السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെയും അവരെയും നമ്മുടെ മക്കളെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിൽ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹജ്ജിനും ഉംറക്കും പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, തൗബയാണ്. ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ആത്മാർത്ഥമായി ഖേദിക്കുകയും നിലവിൽ വല്ല തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അള്ളാഹു റസൂലിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനമാണോ എന്ന് ആലോചിച്ച് അത് നമ്മൾ നിർത്തുക. ജീവിതത്തിൽ പലതും നമ്മൾ അറിയാതെ കടന്നുകൂടിയിട്ടുണ്ടാകും. അതൊക്കെ പരിശോധിച്ചിട്ട് നമ്മുടെ വാക്ക് ശരിയാണോ, പ്രവൃത്തി ശരിയാണോ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ശരിയാണോ, ഞാനിപ്പോൾ അതേമാതിരിയൊക്കെ ചെയ്താൽ മതിയോ ഇനി അങ്ങോട്ടും എന്നൊക്കെ ആലോചിച്ച് അതിൽ നിന്ന് ശരിയല്ല എന്ന് തോന്നുന്നത് അവസാനിപ്പിക്കുക. ഭാവിയിൽ ഇനി അത്തരം തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാൻ ഞാൻ ഒരിക്കലും മുന്നോട്ട് വരില്ല എന്ന് തീരുമാനിക്കാം. ഇനി ചെയ്തു നിൽക്കുക. ഒരാൾ തെറ്റ് ചെയ്യും. മനുഷ്യന്മാർ വീണ്ടും തെറ്റ് ചെയ്യും. അതുകൊണ്ട് ഇയാളെ തോബയ്ക്ക് കുഴപ്പമൊന്നുമില്ല. വീണ്ടും തോബ ചെയ്യണം. ജീവിതത്തിൽ എത്ര വട്ടവും തോബ ചെയ്യാൻ അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്. നമ്മൾ മനുഷ്യന്മാരൊക്കെ ആകുമ്പോൾ നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ 2-3 വട്ടമൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കും. പിന്നെ നീ കുറേ കാലമായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് പോടാ എന്ന് നമ്മൾ മുഖത്ത് നോക്കി പറയുക ചെയ്യാം. പക്ഷെ അള്ളാഹ് അങ്ങനെയല്ല. 100 ആളെ കൊന്ന ആളുകൾക്കും തോബ ചെയ്ത് കൊടുക്കും. വ്യഭിചരിച്ചവർക്കും കള്ളു കുടിച്ചവർക്കും വേണ്ടാവൃത്തി ചെയ്തവർക്കും ഒക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹ്ക്ക് ഇപ്പോൾ ഇതിന് പ്രത്യേക പൈസയും കൈമടക്കൊന്നും കൊടുക്കണ്ട. പടച്ചോൻ്റെ മുന്നിൽ ഒരു ഖേദമുണ്ടായാൽ മതി. പടച്ചോനെ, ഞാൻ ചെയ്തു പോയതാണ്, ഇനി ഞാൻ ആവർത്തിക്കൂല പടച്ചോനെ എന്ന് പറഞ്ഞാൽ മതി. ഇനി ആവർത്തിച്ചു എന്നരുതാ എന്നെഴുതിയിട്ട് അള്ളാഹു നമ്മളെ ആട്ടി വിടുമൊന്നുമില്ല. നീയല്ലേ നാൾ ചെയ്യൂല എന്ന് പറഞ്ഞത്. 100 വട്ടമാണെങ്കിലും അള്ളാഹ്ക്ക് ആ ഖേദാണ് വേണ്ടത്. ഒരടിമത്തം പടച്ചോൻ്റെ മുന്നിൽ നമ്മൾ പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്, വേറൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരുപാട് തെറ്റ് ഒരാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു തെറ്റിൽ നിന്ന് ഒരാൾ തോപ ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കുന്ന. മനസ്സിലാകണ്ട? ഒരുപാട് അയാൾ തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തും കൂടി ഒന്നും അയാൾ തോപ ചെയ്ത് മടങ്ങുന്നില്ല. പടച്ചോനെ, ഞാൻ ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അതിന് മടങ്ങാണ്. അതിൽ നിന്നും തോപ ചെയ്ത് മടങ്ങുന്ന നിർബന്ധമാണ്. എല്ലാത്തിൽ നിന്നും ഒന്നിച്ച് മടങ്ങിയാലേ തോപ ശരിയാകൂ? അങ്ങനൊന്നുമില്ല. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമാണ് അടിമകളോട്. അവൻ്റെ അടിമകൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നത് പടച്ചോന് ഭയങ്കര ഇഷ്ടമാണ്. തെറ്റ് ചെയ്യും. കുല്ലുബിനി ആദമ ഖത്താഅ്, എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ തന്നെ തെറ്റ് ചെയ്യും. മലക്കൾ സത്യം പോയിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്താൽ അതിനോടൊരു ഖേദവും വിഷമവും ഉണ്ടാവുക. അതാണ് പടച്ചോന് ആവശ്യം. അതാണ് അള്ളാഹു തആലയുടെ ആവശ്യം. ഒരാളോട് ഒരു അനാവശ്യമായ വർത്താനം പറഞ്ഞു, ഞാൻ ഇഞ്ഞും പറയുന്നുള്ള ഗർവ് പടച്ചോന് തീരെ ഇഷ്ടമല്ല. ഞാൻ ഇഞ്ഞും പറയും എന്നുള്ളൊരു ഗർവ് പടച്ചോന് തീരെ ഇഷ്ടമല്ല. പടച്ചോനെ, ഞാൻ പറഞ്ഞു പോയതാണ് പടച്ചോനെ, അയാളോടും പറയും ഞാനങ്ങ് പറഞ്ഞു പോയതാണ് പൊരുത്തപ്പെടണേ. ഇങ്ങനെയുള്ള ഒരു താഴ്മയുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മളെത്രയോ ജൂനിയറായിരിക്കും. ഇത്ര ജൂനിയറാണെങ്കിലും അയാൾ പോയിട്ട് ഞാൻ ഹജ്ജിനൊക്കെ പോകുന്നുണ്ട്, നമ്മളെ അഹങ്കാരം സമ്മതിക്കൂല. കാരണം അയാൾ അത്രയും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അയാൾ ഒരുപാട് നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. ഇനി അയാളുടെ അടുത്ത് പോയിട്ട് ഞാനെന്താ, അയാളെ കാലുപിടിക്കാൻ ഞാനെന്താ? അയാളാരാ? അവൻ്റെ ശിഷ്യനല്ലേ? അവനല്ലേ ഞാൻ ചിലവ് കൊടുത്തത് തരെ? ഞാൻ അവന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവൻ ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ വേണ്ട. അള്ളാൻ്റെ മുന്നിൽ അയാളും നമ്മളും അള്ളാൻ്റെ അടിമകളാണ്. അള്ളാൻ്റെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. ഏത് അമലുകൊണ്ടാണ് അള്ളാഹു അയാളെ സ്വർഗത്ത് കടത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. തെറ്റ് ചെയ്തവരൊക്കെ നരകത്തിൽ കടത്താമെന്ന് പഠിച്ചവൻ്റെ നിലയല്ലല്ലോ. തെറ്റ് ചെയ്തവരൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുത്തിട്ട് അയാൾ ചെയ്ത് പരമാവധി
ഒരു 49% നന്മയും 51% നന്മയും 49% തെറ്റും കുറ്റവും ഉണ്ടെങ്കിൽ നന്മൻ്റെ തുലാസ് തൂക്കായാൽ പടച്ചോൻ എന്ത് ചെയ്യും? നേരെ സ്വർഗത്തേക്ക് കയറ്റി വിടും. അപ്പോൾ അയാൾ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട് പുറത്തേക്കൊന്നും അറിയാതെ കുറേ നന്മ ചെയ്യുന്നത്. ചിലപ്പോൾ അയാൾ കള്ളൊക്കെ കുടിക്കുന്ന ആളേക്കാരം, പക്ഷേ എത്തിയും കാര്യത്തിൽ അയാൾക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും. അപ്പോൾ അയാൾ അല്ലാഹുത്താല അനവ കാഫിൽ എത്തീമി ഹാക്കതാഫിൽ ജന്നാന്നല്ലേ. പിന്നെ അയാൾ കള്ളുടിച്ചതിനൊക്കെ പഠിച്ചോനെ ഞാൻ കള്ളു കുറേ കുടിച്ചിട്ടുണ്ട്, എനിക്ക് പുറത്തിരണേന്ന് പറഞ്ഞതോടുകൂടി അയാൾക്ക് അള്ള പുറത്തു കൊടുത്ത്. പിന്നെ അയാൾ കുറ്റം പറയണം, നമ്മളാ പിന്നെ കുറ്റക്കാരാവുക. അപ്പോൾ നമ്മളെ മനസ്സെന്ത് ചെയ്യണം? ഞാനൊരു പാപ്പിയാണ്, എൻ്റെ അടുത്ത് അമൽ കുറവാണ് എന്ന് ചിന്തിക്കുക. ബാക്കിയുള്ള ആളുകൾ അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കാം. ഒരു പടച്ചോൻ്റെ അടുത്ത് നമ്മളിപ്പോൾ പടച്ചോൻ്റെ അടുത്ത് ഉയർത്തി നമുക്ക് പൊറുക്കാൻ പറ്റണ മാതിരി അള്ളാഹു അയാൾക്കും പുറത്തു കൊടുക്കാമല്ലോ. നമുക്ക് മാത്രമേ പടച്ചോൻ പുറത്തു തരുള്ളൂ എന്നതിനെ നമ്മൾ പടച്ചോനെ നമ്മളെ സ്വന്തം ആളാക്കണം. 100 ആൾക്കാരെ കൊന്ന ആൾക്ക് പടച്ചോൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല. തൗബ ചെയ്യാൻ വേണ്ടി ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ആ തൗബ ചെയ്യാൻ വേണ്ടി അയാൾ നാട്ടിൽ നിന്ന് പോയി വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ ആ പോണ വൈക്കേ മരിച്ചിട്ട് അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരും ബേജാറാവൊന്നും വേണ്ട. നമ്മളെ പടച്ച റബ്ബ് റഹ്മാനുർ റഹീമാണ്, അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് 2 വട്ടമല്ല പറഞ്ഞത്, പിന്നെയും പറയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം. 4 വട്ട കാരുണ്യം എന്ന വാക്ക് ഫാത്തിഹ സൂറത്തിൽ പറയുന്നത്. അത് എല്ലാ ഫാത്തിഹ ഓതുമ്പോഴും സൂറത്ത് ഓതുമ്പോഴും പറയുന്നുണ്ട് അർ റഹ്മാനിർ റഹീം, അങ്ങേയറ്റത്തെ കാരുണ്യവാനായ പടച്ച റബ്ബേ നിൻ്റെ നാമത്തിൽ. പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ പടച്ചോന് സ്തുതി. അർ റഹ്മാനിർ റഹീം, അങ്ങേയറ്റത്തെ കാരുണ്യവാനായ ഇതാണ് പടച്ചോൻ. അള്ളാഹു അങ്ങനെയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ തയ്യാറാവുക. ചെയ്ത തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ പടച്ചവനോട് പുറത്തെല്ലാം തേടുക. ഇനി ചെയ്യൂല എന്ന് പറയാം. ഇങ്ങനെ ഒന്നിച്ച് തെറ്റ് ഒരാൾക്ക് നിർത്താൻ കഴിയില്ലെങ്കിൽ ഘട്ടമായിട്ട് ഇങ്ങനെ നിർത്തി ഇങ്ങനെ പോരുക. അതൊക്കെ പടച്ചവന് ഇഷ്ടമാണ്. അള്ളാഹു നമുക്ക് നല്ല തൗബ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക്, അള്ളാഹുവേ ഞങ്ങൾ നിന്നോട് നിൻ്റെ ഇഷ്ടം ചോദിക്കുകയാണ്. വഹുബ്ബ മൻ യുഹിബ്ബുക്, നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാവരുടെയും ഇഷ്ടം അള്ളാഹുവേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ അമലി യുഖർറിബുന ഇലാ ഹുബ്ബിക്, നിനക്ക് ഇഷ്ടമുണ്ടാക്കുന്ന അമലിനോടുള്ള ഇഷ്ടവും അള്ളാഹുവേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവേ നിന്നോടുള്ള ഇഷ്ടവും എന്നെ ഇഷ്ടപ്പെടുന്നവരോടുള്ള ഇഷ്ടവും എന്നെ ഇഷ്ടം വെക്കാൻ കാരണമാകുന്ന അമലിനോടുള്ള ഇഷ്ടവും ഞങ്ങൾക്ക് നീ അനുഗ്രഹമേ അള്ളാഹുവേ. നബി പഠിപ്പിച്ചൊരു ദുആണ്. അപ്പോൾ 5-ാമത്തെ കാര്യം ഞാനിവിടെ പറഞ്ഞത് കുറച്ചും കൂടെ കൂട്ടിച്ചേർത്തു എന്ന് പറയാം, അള്ളാഹുവിൽ കൂടുതൽ പ്രതീക്ഷ വെക്കാൻ വേണ്ടി. ലിയഹ്രിസ് അലാ അൻ തകൂന നഫഖതുഹു ഹലാലൻ, അവൻ ഹജ്ജ് ചിലവഴിക്കുന്ന പൈസയൊക്കെ ഖാലിസത്തൻ മിന ശുബ്ഹത്തി, യാതൊരു സംശയവും ഇല്ലാത്ത ശുദ്ധ ഹലാലാകാൻ വേണ്ടി അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തേണ്ടതാണ്. ഹജ്ജിന് കെട്ടിയേക്കണ പൈസ ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. ഇനി സംശയം, നമ്മുടെ സ്വത്തിൽ സംശയമുള്ള സ്വത്തും ഉണ്ടാവും, സംശയമില്ലാത്ത സ്വത്തൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ ആൾക്കാർ പറയും എല്ലാം ഗൂഗിൾ പേയിലാണ്, എല്ലാം ബാങ്കിലാണെന്ന് പറയും. എന്നാലും ശുദ്ധ ഹലാൽ എന്ന് തോന്നുന്ന കുറച്ച് പൈസ ഉണ്ടാവുമല്ലോ, അതാണിത് എന്ന് കരുതിയിട്ട് നമ്മൾ കെട്ടിവെക്കുക. ഏകദേശം കെട്ടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ ഹജ്ജിന് വേണ്ടി കൊണ്ടുപോകുന്ന പൈസ അല്ലേ, അതും അങ്ങനെ ആവുക. ഇപ്പോൾ എനിക്ക് പല നിരക്കും വരുമാനം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഖുർആൻ പഠിപ്പിച്ചിട്ട് കിട്ടുന്ന പൈസ അത് ഞാൻ എടുത്തേക്കുക. ഇപ്പോൾ ഞാനൊരു ഉസ്താദ് നിലക്ക് ആ പൈസ എടുത്തേക്കുക. എന്തിനാ? ഹജ്ജിനവിടെ പോകുമ്പോൾ ചിലവാക്കാം. ഈ വിധത്തിൽ ഹജ്ജ് നിർവഹിക്കുക. ഇനിയിപ്പോൾ സംശയമുള്ള സ്വത്ത് ഇല്ലാത്തൊരു കാലം ഇല്ല. എല്ലാ സ്വത്തിലും ശുബഹ കടന്നുകൂടിയിട്ടുണ്ട്. ശരിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ കച്ചവടം ചെയ്യേണ്ട, ചിലവഴിക്കേണ്ട, ജീവിക്കേണ്ട എന്നൊന്നും ദീന് പറഞ്ഞിട്ടില്ല. ഹറാമും ഹലാലും കൂടി കലർന്ന ആളുമായിട്ട് ഇടപാട് നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശുദ്ധ ഹലാല് മാത്രമുള്ള ആളുകളുടെ ഇടപാട് നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും ജീവിക്കാൻ കഴിയില്ല, കച്ചവടം ചെയ്യാൻ കഴിയില്ല, പണിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അയാൾക്ക്
കള്ള് വിറ്റ പൈസൻ്റെ വരുമാനമുണ്ട്, നേരെ പറമ്പ് എന്നുള്ള വരുമാനമുണ്ട്. അയാളുടെ ഇടപാട് അവിടെ നടത്താവുന്നതാണ്. ഇടപാട് നടത്തിയിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വഡ്ഡന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി അധിക സ്വത്ത് ഹറാമാണെങ്കിൽ നമ്മളിപ്പോൾ ഈ വാങ്ങുന്നത് ഹറാമാണെന്ന് നമുക്ക് അറിയണില്ലല്ലോ, അതുകൊണ്ട് ഇടപാട് നടത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആറാമത്തെ കാര്യം, യുസ്തഹബു യസ്തക്തിറ മിന സാദി വൻ നഫഖതി ലിയുവാസിയ മിൻഹു അൽ മുഹ്താജിൻ വലയകുൻ സാദുഹു ത്വയ്യിബ. അവൻ ഹജ്ജിന് പോകുമ്പോൾ യാത്രയിൽ മറ്റും ചെലവഴിക്കാൻ വേണ്ടി ഒരു കൃത്യമായ പൈസ കയ്യിൽ വെച്ചാൽ പോരാ, കുറച്ചധികം കൈ വെക്കണം. അതെന്തിനാണ്? ലിയുവാസിയ ബിഹി അൽ മുഹ്താജിൻ, മറ്റാവശ്യക്കാരൊക്കെ ആളുകളുണ്ടാവില്ലേ, അവർക്കും കൂടെ പങ്കുവെക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ വേണ്ടി കുറച്ചധികം പൈസ കരുതൽ സുന്നത്താണ്. ഇപ്പം നമുക്ക് പോകാൻ ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏത് യാത്ര ചെയ്യുകയാണെങ്കിലും ഒരു ഹലാലായ സിയാറത്ത് യാത്രയോ മറ്റോ ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന പൈസ എനിക്ക് എന്നുള്ള ചിന്ത പാടില്ല. ഹൃദയം വിശാലമാകണം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വിമാനത്താവളത്തു നിന്നോ അല്ലെങ്കിൽ ബൈക്കിൽ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ ജ്യൂസിന് ഇപ്പോൾ എത്ര നമ്മളെ ജ്യൂസിൻ്റെ പൈസ? അപ്പോൾ നമ്മൾ വരി ജ്യൂസ് കുടിക്കുക, എനിക്ക് ചായയും കടിയും കുടിക്കാമെന്നുണ്ട് പോലെ ഒപ്പമുള്ള ആളുകളൊക്കെ ഒന്ന് കൂടി എടുത്തിട്ട് അവരെ പൈസ നമ്മൾ കൊടുക്കുക. നമ്മൾ ആദ്യം കരുതി പോകാഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു ഹാജിൻ്റെ നമ്മളെ കൂടെ പിടിയെന്ന് നമ്മൾ അവരൊക്കെ ഒന്നിച്ച് കയറിയതാണെങ്കിലും പരിചയമൊന്നുമില്ല. അപ്പോൾ ആ കൂടെയുള്ള ആളുകൾക്ക് അവരുടെ കൂടെ എടുത്തോ എന്ന് പറയാം, അങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ പഴയകാലത്തൊക്കെ ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ അരിയും എന്തൊക്കെയൊക്കെ മഞ്ഞളും പൊടിയും മല്ലിയും എല്ലാം കൊണ്ടുപോകും. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ സാധാരണ ഇഷ്ടം പോലെ അവിടെ കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളുണ്ടെങ്കിൽ റൂമിലുള്ള സഹജീവികളും സഹറൂമികളുമായ ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് കൂടിയും പങ്കുവെക്കാനുള്ള ഒരളവിലായിരിക്കണം അയാൾ കൊണ്ടുപോകേണ്ടത്. അല്ലാതെ അങ്ങനെ റൂമിൻ്റെ ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ ബാഗ് ഇങ്ങനെ തുറന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ അതിനിങ്ങനെ എടുത്ത് കഴിക്കുന്നത് അഭംഗിയാണ്. അത് ത്വയ്യിബൻ എന്ന് ത്വയ്യിബായിരിക്കണം ആ സ്വത്ത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ. ഇതൊരു സ്നേഹമുള്ള വിളിയാലേ അള്ളാഹ് വിളിക്കുന്നത്, വിശ്വാസികളെ. ഇതിനേക്കാൾ നല്ലൊരു വിളിപ്പോൾ എവിടുന്നാണ് കിട്ടുക? വിശ്വാസികളെ, വിശ്വാസികളെ. നമ്മൾ വല്ലാത്തൊരു ആദരിച്ചുകൊണ്ടുള്ള വിളിയാണ് ഖുർആൻ വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ബഹുമാനപ്പെട്ട വിശ്വാസികളെ എന്നാണ് അതിൻ്റെ അർത്ഥം. അയ്യുഹ എന്ന വാക്ക് ബഹുമാനികളായ വിശ്വാസികളെ എന്ന് നമ്മളെ പടച്ചോൻ അള്ളാഹു അവൻ്റെ അടിമകളെ വിളിക്കുന്ന വിളിക്ക് എത്ര സ്നേഹമുണ്ട്, എത്ര ഓമനത്തുണ്ട്. നമ്മൾ ആലോചിക്കാറൊന്നുമില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഓതിപ്പോകാറേ ഉള്ളൂ. വിശ്വാസികളെ എന്ന് വിളിക്കാൻ യാ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ മതി. അറബി വാക്കിൽ മുഅ്മിനീങ്ങളെ അതൊന്നും പറയാതെ യാ അയ്യുഹല്ലദീന ആമനു. ഒരു അയ്യ് കൂടുതലുണ്ട്, ഹാ കൂടുതലൊക്കെ അറബി കൊടുത്തെന്ന് അറിയാം. ബഹുമാനമുള്ള വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹു തആല വിളിക്കുന്നുണ്ടാണ്. അള്ളാഹ്ക്ക് നമ്മളോടുള്ള ഇഷ്ടം, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മളോടുള്ള ഇഷ്ടവും ബഹുമാനം എത്രയാണ് ആലോചിച്ച് നോക്കി. അള്ളാഹ്ക്ക് നമ്മളോട് എന്തോ ഒരു ഇഷ്ടമാണ്. നമ്മളങ്ങനെ വിളിക്കാറുണ്ട് ആൾക്കാരെ. നമ്മൾ സ്റ്റേജിലൊക്കെ ആൾക്കാരെ ബഹുമാനിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എന്നൊക്കെ പറയും. വേറെ നമ്മൾ മുഅ്മിനീങ്ങളെ സംബോധന ചെയ്യുമ്പോൾ എത്ര ബഹുമാനം ഉണ്ടാകാറുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. ഒരു മുഅ്മിനിയാണ്, ഒരു സത്യവിശ്വാസിയാണ് എന്ന രീതിയിൽ നമ്മളവരെ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര ബഹുമാനം ഉണ്ടാവാറുണ്ട്. മുഅ്മിനാവുക എന്നുള്ളത് തന്നെ വലിയൊരു ബഹുമാനമാണ്. നമ്മളിപ്പോൾ കഅബ കാണാൻ പോകുന്നുണ്ടല്ലോ അല്ലേ? കഅബക്ക് എത്ര ബഹുമാനമുണ്ട്, കഅബക്ക് എത്ര ബഹുമാനമുണ്ട്, വലിയ ബഹുമാനമല്ലേ? ലീലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത്തി ശിതാഇ വസ്സൈഫ് ഫൽഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീടിൻ്റെ നാഥന് നിങ്ങൾ ഇബാദത്ത് എടുക്കുക എന്നാണല്ലോ പറഞ്ഞത്. ഈ വീടിൻ്റെ നാഥന്. അപ്പോൾ ആ വീട് നമ്മളതല്ല, പടച്ചോൻ്റെ വീടാണ്. ആ കഅബയേക്കാൾ ബഹുമാനമുണ്ട്
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞൊരു സത്യവിശ്വാസിക്ക് എന്ന് അള്ളാൻ്റെ റസൂലാണ് പറയേണ്ടത്. ഒരു സത്യവിശ്വാസിക്കുള്ള ബഹുമാനം. അപ്പോൾ മുഅ്മിനീങ്ങളോട് നമുക്കൊരു ബഹുമാനമൊക്കെ വേണം. അത് അള്ളാഹ് ബഹുമാനിച്ചതാ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുലൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബത്തും, നിങ്ങൾ സമ്പാദിച്ച സ്വത്തിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി നിങ്ങൾ ചെലവഴിക്കണം. വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദി, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് കൃഷി ഉൽപ്പന്നങ്ങളായി നൽകിയതിൽ നിന്നും ഏറ്റവും നല്ലത് നോക്കി നിങ്ങൾ ചെലവഴിക്കണം. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, നിങ്ങൾ അധ്വാനിക്കുന്നതിൽ നിന്നുള്ള ഹറാമായ സ്വത്ത് ചെലവഴിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനും പാടില്ല. അത് വേറുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. നമ്മളെടുത്ത് അശുദ്ധമായ സ്വത്താണ്, അത് മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ജയ്യിദ് എന്ന് പറഞ്ഞാൽ നല്ല മുന്തിയത് എന്നും ഹലാലായത് എന്നും നല്ല ശുദ്ധ മനസ്സോടുകൂടി എന്നുമാണ് അർത്ഥം. ശ്രദ്ധിക്കുക, ഈ അർത്ഥം നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടൂല. ഇമാം നബവി തങ്ങൾ വിശദീകരിക്കുകയാണ്. അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബത്തും, നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ത്വയ്യിബാത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ എന്താ ത്വയ്യിബാത്ത്? നമ്മൾ പലവർക്കും കൊടുക്കാറില്ലേ പൈസ? ത്വയ്യിബാത്ത് കൊടുക്കാനാണ് പടച്ചോൻ പറയുന്നത്. എന്താ ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ ആർക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലുള്ള കാര്യമാണ്. ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിലും തേങ്ങ കൊടുക്കുകയാണെങ്കിലും അരി കൊടുക്കുകയാണെങ്കിലും അള്ളാഹ് പറയും ത്വയ്യിബാത്ത് കൊടുക്കണം. ഇമാം നബവി തങ്ങൾ തൻ്റെ ഇലാഹിൻ്റെ 17-ാമത്തെ പേജ് രേഖപ്പെടുത്തുന്നത് അൽ ജയ്യിദു, ഒന്ന് മുന്തിയത് എന്നാണ്. അബിൽ ഖബീസ് ചിലവഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഹറാമ് ചിലവഴിക്കരുത് എന്നല്ല, താഴ്ന്നത് ചിലവഴിക്കുക, ഏറ്റവും താഴ്ന്നത് കൊടുക്കുക നിങ്ങൾ വിചാരിക്കരുത്. കൊടുക്കുന്നത് മുന്തിയത് കൊടുക്കണം. അതിന് കുറച്ച് വിശാലത വേണം മനസ്സിന്. കൊടുക്കുന്നത് മുന്തിയത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേണ്ടേ? കുറച്ച് ഹൃദയവിശാലത വേണ്ടേ? നമ്മളെന്താ വിചാരിക്കുക? മുന്തിയത് കടന്നോട്ടെ എന്നിട്ട് കൊടുക്കുക. അങ്ങനെയാണ്. നമ്മളൊക്കെ വലിയ ഹൃദയമുള്ള ആൾക്കാരാണ്. നമുക്കത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല, കാരണം ഞാൻ മുന്തി തന്നെയാണല്ലോ കൊടുക്കലെന്നാണ് നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയൊന്നുമല്ല മൊത്തത്തിലെ ആളുകളുണ്ടാവുക. വേക്കൂന് ത്വയ്യിബൻ നഫ്സി ബിമാ യുൻഫിഖുഹു, കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞു കൊടുക്കണം. എങ്ങനെ ഇപ്പോൾ കൊടുക്കാതെക്കുക? ഞാൻ തിന്നുമ്പോൾ എങ്ങനെ മൂപ്പർക്ക് കൊടുക്കാതെക്കുക? ഞാൻ ഇപ്പോൾ ഇങ്ങനെ ബില്ലടിക്കുമ്പോൾ മൂപ്പര ബില്ല് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ മോശമല്ലേ? അങ്ങനെയല്ല. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ഹോട്ടലിൽ കയറി, ഓ അയാളെ ബില്ല് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ ഞാൻ മോശമല്ലേ? കൊടുക്കുന്നത് നല്ല വൃത്തിയിൽ, നല്ല ശുദ്ധ മനസ്സോടുകൂടെ, സന്തോഷത്തോടു കൂടി കൊടുക്കുക. ഏതായാലും കൊടുക്കല്ലേ, ആ പൈസ കീസിൽ നിന്ന് പോവാണല്ലോ. പിന്നെ ഇപ്പോൾ അത് മനസ്സ് റാഹത്താക്കിയാണ് കൊടുത്താൽ അതല്ലേ നല്ലത്. അപ്പോൾ ഇത് ചിലവഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹജ്ജിൻ്റെ വേളയിൽ ഇപ്പോൾ ഹജ്ജിൻ്റെ പൈസ കെട്ടിവെക്കുമ്പോൾ നമ്മൾ 5 ലക്ഷമോ 8 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ കൊടുക്കുന്നില്ലേ? 2 3 പേരിലൊക്കെ. ഓ ഇതാണ് പോവുകയാണ്. അങ്ങനെ ആക്കണ്ട. നല്ല സന്തോഷത്തോടെ നമ്മളെ കുട്ടികൾക്കിപ്പോൾ നമ്മളൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് നമ്മളിങ്ങനെ വായിലേക്ക് ഇങ്ങനെ വാരിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സെന്താ? ആ കുട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മളെ മനസ്സിലുള്ള സന്തോഷത്ര അതന്നെ. ആ സന്തോഷം മറ്റുള്ളവർക്ക് ചിലവഴിക്കുമ്പോഴും ഉണ്ടാവുക. അടുത്തത് 7-ാമത്തെ കാര്യം, യുസ്തഹബ്ബു തർക്കുഹു അൽ മുമാഹക്കത ഫീമാ യസ്തരീഹി ലി അസ്ബാബി ഹജ്ജിഹി വകദാ കുല്ലു ഷൈഇൻ യതഖറബു ബിഹി ഇലല്ലാഹ് കദാ ഖാലഹു ഇമാമുൽ ജലീൽ അബു ശഅസാ ജാബിർ ബിൻ സയ്യിദ് താബിഈ വഗൈറുഹു മിനൽ ഉലമാ. ജാബിർ റളിയല്ലാഹു അൻഹു എന്ന താബിഈ പണ്ഡിതനും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഹജ്ജിന് വേണ്ടിയോ മറ്റൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുണ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങുമ്പോൾ വല്ലാതെ തർക്കിച്ച് വാങ്ങാൻ പാടില്ല. സാധനം തർക്കിച്ച് വാങ്ങാൻ പാടില്ല. ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടെ വില പേശാൻ പാടില്ല എന്നല്ല, കുറച്ചുകൂടെ എന്നൊക്കെ പറയാം. വെറുതെ തർക്കം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യരുത്, വാങ്ങരുത്. നമ്മൾ സ്വന്തത്തിന് വേണ്ടി വാങ്ങുന്ന കാര്യത്തിലായി പറയുന്നത് കേട്ടോ. നമ്മൾ എത്തിൻകുട്ടിയൊക്കെ വേണ്ടി വാങ്ങുമ്പോഴോ, പള്ളിക്ക് വേണ്ടി വാങ്ങുമ്പോഴോ, മദ്രസക്ക് വേണ്ടി വാങ്ങുമ്പോഴോ, മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി വക്കാലത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വാങ്ങുമ്പം പരമാവധി എന്ത് ചെയ്യണം? തർക്കിച്ച് വില എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചിട്ട് സാധനത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ തുടങ്ങണം. അത് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുമ്പോൾ അവിടെ എങ്ങനെ തർക്കല്ലാതെ വാങ്ങാം. ഇത് സുന്നത്താണ്. ഇസ്തഹബ്ബു തർക്കുൽ മുമാഹക്കത്ത് എന്നതിന് പറയും. മുമാഹക്കത്ത് ഫീമാ യസ്തരീഹി ലി അസ്ബാബി ഹജ്ജി, ഹജ്ജിൻ്റെ ആവശ്യത്തിന് വേണ്ടി. ഒക്കെ കുല്ലു ഷൈഇൻ യതഖറബു ബിഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി
അവൻ ചെയ്യുന്ന എല്ലാ ഇടപാടുകളിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ 5 വസ്ത്രമൊക്കെ വാങ്ങൂലേ പോകുമ്പോൾ, അതേമാതിരി എന്തൊക്കെ വാങ്ങണം അതൊക്കെ. ചില ആൾക്കാർക്ക് എല്ലാത്തിലും തർക്കിക്കുന്ന രീതി ഉണ്ടാവും എന്ത് വാങ്ങണമെങ്കിലും. ചില ആൾക്കാർ അത് നോക്കുന്നല്ലോ, ഒരു പൊട്ടന്മാർ എന്നോലെ കുറിച്ച് പറയാം. എത്ര വരാം? 2500, അയാൾ വാങ്ങിപ്പോരും. അങ്ങനല്ല, കാര്യം അന്തം ഇതൊക്കെ വേണം. 8ാമത്തത് ഇസ്തഹബ്ബ് അല്ലാ ഇശാരിക്കഹു ഗൈറുഹു ഫി സാദി വറാഹിലത്തി വന്നഫഖത്തി لأن ترك المشاركة أسلم له فإنه يمتنع بها من التصرف في وجوه الخير والبر والصدقة ولو أذن له شريك لم يوثق باستمرار رضاه فإن شاركه جاز. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടേത് സ്വന്തമായിരിക്കുക എന്നുള്ളത്, നൻ്റെതും എൻ്റെതും കൂടെ എന്നുള്ളൊരു സാധനം അജിലുണ്ടാവാതിരിക്കുക നല്ലത്. കാരണം അയാൾക്ക് തൃപ്തി ഉണ്ടെങ്കിലും എല്ലാ സമയത്തും അയാൾക്ക് തൃപ്തി ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ചിലവായിക്കാണ പൈസ നമ്മളെ കയ്യിൽ സ്വന്തം. നീ എൻ്റെതും എന്ന രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഇല്ലാതിരിക്കലാണ് നല്ലത്. കാരണം അയാൾ ചിലവഴിക്കുമ്പോൾ അയാളെ താല്പര്യം പോലെ ചിലവാക്കാമല്ലോ, വേറെ ആളെ കാത്തിക്കണ്ടല്ലോ, അവന് തൃപ്തി ഉണ്ടാവില്ലേ എന്ന്. അപ്പോൾ വാഹനമാണെങ്കിലും സ്വന്തമായിട്ടുള്ള വാഹനം, ഇപ്പം അന്നല്ലേ പഴയകാലത്തൊക്കെ ഓരോരുത്തരോരോ വാഹനം എടുത്ത് പോകലാണല്ലോ ഉണ്ടാവുക. ഇപ്പൊക്കെ പിന്നെ വിമാനത്തിന് പോകുന്നതുകൊണ്ട് ആ വിഷയങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ചിലവ് ഭക്ഷണമാണെങ്കിലും കയ്യിലുള്ള മറ്റ് വസ്തുക്കളൊക്കെ ആണെങ്കിലും നമുക്ക് രണ്ടാൾക്കും ഉപയോഗിക്കാമെന്ന് അറിഞ്ഞിട്ട് ഒരു പങ്കാളിത്തം ഇല്ലാതിരിക്കലാണ് നല്ലത്. ഒറ്റയ്ക്ക് ഉണ്ടാവലാണ് നല്ലത്. പിന്നെ അതേ സമയത്ത് ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. 6:25 പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുണ്ടാണെന്ന അമ്മ ജിത്തിമാവു റഫഖത്തി അല താമിൻ യജ്മഊനഹു യൗമൻ ഫയൗമൻ ഫഹസൻ. അതേ സമയത്ത് റൂമിലോ മറ്റോ ഒക്കെ ഉള്ള ആളുകൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയ പുണ്യകർമ്മം തന്നെയാണ്. അതിന് കുഴപ്പമില്ല, ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടതും. കൂട്ടുകാരായ ആളുകളൊക്കെ ഒറ്റ പ്ലേറ്റിൽ നിന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ സഹാബാക്കളുടെ രീതി എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടാവും, അവർ മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടാവും, ഇവർ പത്തിരി കൊണ്ടുവന്നിട്ടുണ്ടാവും, ഇവർ നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ടാവും. സഹാബാക്കൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒറ്റ ഭാഗത്ത് കണ്ടിടും, നേർച്ചൻ്റെ ചീരനുള്ള മാതിരി. എന്നിട്ട് എല്ലാവരും കൂടെയാണ് കഴിക്കുക. ഭക്ഷണം പങ്കുവെച്ചിട്ട് കഴിക്കുന്ന രീതി സ്വഹാബാക്കൾക്ക് ഉണ്ടായിരുന്നു. അതൊരു സ്നേഹം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭക്ഷണവും കഴിക്കാം. പക്ഷെ അതിനെന്ത് ചെയ്യണം, നല്ല തൃപ്തിയും ഇഷ്ടമൊക്കെ ഉണ്ടാകുമെന്ന്. ചിലപ്പോൾ കുറച്ച് കൂടുതൽ കഴിച്ചെന്ന് വരും, താൻ അതിലേക്ക് ഇട്ടതിനേക്കാൾ കുറച്ച് കൂടുതൽ കഴിച്ചെന്നൊക്കെ വരും. അപ്പോൾ ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന ഇഷ്ടക്കാരായ ആളുകളെ വെച്ചിട്ടാണ് അത് ആളുകളാകുമ്പോഴാണ് അങ്ങനെ എല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട് കഴിക്കേണ്ടത്. 9ാമത്തെ കാര്യം നല്ല ഒരു വാഹനം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. നമുക്ക് നല്ല വാഹനം ഉണ്ടല്ലോ, വിമാനം തന്നെ ഉണ്ട്, കപ്പലൊന്നും വേണ്ട, നടന്നും പോകണ്ട. നടന്നു പോകലാണോ ചെയ്യൽ എന്നുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ റുക്കൂബ് ഫിൽ ഹജ്ജ് അഫ്ദലു മിനൽ മശീ, വാഹനത്തിൽ പോകലാണ് നടന്നു പോകുന്നതിനേക്കാൾ ഉത്തമം. അലൽ മദ്ഹബി സ്വഹീഹി, പ്രബലമായ അഭിപ്രായം. 2 അഭിപ്രായമുണ്ട്. ഒരഭിപ്രായം നടന്നു പോകലാണ് നല്ലത്, ഒരഭിപ്രായം വാഹനത്തിൽ പോകലാണ് നല്ലത് എന്ന് 2 അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അത് വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് വലിയ ഒരു ചർച്ചാ വിഷയമാണ് പണ്ഡിതന്മാർക്കിടയിൽ. എത്രയോ ഇമാമുകൾ നടന്നു പോയ ചരിത്രമൊക്കെ ഉണ്ട്, 10ഉം 20ഉം പൂമ്പട്ടൊക്കെ വാഹനം ഉണ്ടായിട്ടും. അപ്പോൾ അവർക്ക് ഉദ്ദേശമാണെങ്കിൽ കുറേ ദിക്റും സലാത്തും ഇബാദത്തൊക്കെ അങ്ങനെ ചെയ്തു പോകാമെന്നായിരിക്കും. ഏതായാലും നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനപ്പുറത്താണ് തവാഫും കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 10ാമത്തെ കാര്യമാണ് ഹജ്ജ് ചെയ്യുന്ന ആൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് 10ാമത്തെ കാര്യം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനുർ റഹീമുമായ തമ്പുരാനെ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറയും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ പാപങ്ങളും നീ പുറത്തു നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ വീട്ടിലും മക്കളിലും ജോലിയിലും നീ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ദീനിലും ദുനിയാവിലും ഉണ്ടാകുന്ന
എല്ലാ ആപത്തുകളെ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഹലാലായ സമ്പാദ്യം നൽകണേ റഹ്മാനെ. ഹലാലായ സമ്പാദ്യം നൽകണേ റഹ്മാനെ. ഹലാലായ ബറക്കത്തുള്ള സമ്പാദ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും മക്കൾക്കും ശിഷ്യന്മാർക്കും നിൻ്റെ പൊരുത്തവും റഹ്മത്തും കാരുണ്യവും നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله. أوصيكم بالدعاء.